സംസ്ഥാനത്ത് ദുരിതാശ്വാസത്തിന് നൽകുന്ന ഗ്രാന്റ് 100% ഉയർത്തണമെന്ന് കേരളം. സംസ്ഥാനം നേരിടുന്ന വിവിധ ദുരന്തങ്ങൾ നേരിടാനായി 13,922 കോടി രൂപ പ്രത്യേകം അനുവദിക്കണം. കേരളത്തിന് ലഭ്യമാക്കുന്ന നികുതി വരുമാനം 50% ഉയർത്തണമെന്നും ധനകാര്യ കമ്മീഷന് കേരളം നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ധനകാര്യ കമ്മീഷന് കേരളം എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട്? രോഹിണി, 16ാം ധനകാര്യ കമ്മീഷനുമായിട്ടുള്ള കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് ഹോട്ടൽ കോവളം ലീലയിൽ വെച്ച് നടക്കുകയാണ്. ഈ സമയത്താണ് സംസ്ഥാന സർക്കാർ ചില നിർദ്ദേശങ്ങൾ 16ാം ധനകാര്യ കമ്മീഷന് മുന്നാകെ വെക്കുന്നത്. നിലവിലിപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വരുമാന വിഹിതം നൽകുന്നത് 2011 ജനസംഖ്യാ കണക്ക് പ്രകാരമാണ്. ഈ കണക്ക് മാറ്റി മാനവ വിഭവശേഷി അല്ലെങ്കിൽ അക്കാഡമിക്കൽ തലങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ മികവുകൾ പരിഗണിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മികവുകൾ പരിഗണിച്ചുകൊണ്ട് നികുതി വിഹിതം നൽകണമെന്നാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പിന്നീട് വെച്ചിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് പ്രത്യേക ദുരന്തങ്ങൾക്ക്, അതായത് കോസ്റ്റൽ ഇറോഷൻ, അതായത് തീരശോഷണം, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ, അതിശക്തമായിട്ടുള്ള മഴ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ പരിഗണിച്ചുകൊണ്ട് സ്പെഷ്യൽ ഗ്രാൻഡായിട്ട് 13,922 കോടി രൂപ അധിക ഗ്രാൻഡായിട്ട് നൽകണം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻഡുകൾ അതത് സമയത്ത് അല്ലെങ്കിൽ നിലവിൽ ലഭിക്കുന്നതിനേക്കാളും വർദ്ധിപ്പിച്ച് നൽകണം. അതോടൊപ്പം തന്നെ മറ്റു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ദുരന്തങ്ങൾ, നമുക്കറിയാം ചൂരൽമല, മുണ്ടക്കയെ പോലുള്ള ദുരന്തങ്ങൾ, ഈ ദുരന്തങ്ങൾ ഇതുപോലുള്ള അപ്രതീക്ഷിതമായി കിട്ടുന്ന ദുരന്തങ്ങളിൽ കേരളം നൽകുന്ന കണക്കിൽ പ്രകാരം, കേരളം നൽകുന്ന കണക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ 1000 കോടി നൽകുകയാണെങ്കിൽ 1000 കോടി തന്നെ നൽകാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം. അതാണ് ഈ 100% തന്നെ തിരികെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രാൻഡുകൾ ലഭ്യമാക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നീട് വരുന്ന നിർദ്ദേശങ്ങൾ തന്നെ ബ്രാൻഡിങ്ങും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിൽ വരുമാനം ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഏതത് സമയം തന്നെ ഗ്രാൻഡുകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. പിന്നീട് പറയുന്നത് ഈ ജനസംഖ്യ പരിഗണിച്ചുകൊണ്ടുള്ള ലാഭവിഹിതമാണ്. അത്തരത്തിലുള്ള ലാഭവിഹിതം നിലവിൽ ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പിരിമുറുക്കം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത്തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് പോകാതിരിക്കാനായി ജനസംഖ്യാപരമായിട്ടുള്ള ഈ 2011 സെൻസസ് പരമായിട്ടുള്ള ഈ നികുതി വിഹിതം കൊടുക്കുന്നത് അവസാനിപ്പിച്ച് അതൊരു മാനവവിഭവശേഷിയുടെ അടിസ്ഥാനത്തിലേക്ക് മാറ്റണം. മറ്റൊരു കാര്യം ഡിവിസിബിൾ പൂളാണ്. ഡിവിസിബിൾ പൂളിൽ ഏതാണ്ട് സംസ്ഥാനങ്ങൾക്ക് 41% നികുതിയാണ് കേന്ദ്രം കേന്ദ്രീകൃതമായിട്ട് എല്ലാ സംസ്ഥാനത്തും നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിന് 50% തന്നെ വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിവിസിബിൾ പൂളിൽ ലഭിക്കുന്ന ഇൻകം ടാക്സ്, സെസ് തുടങ്ങിയവ ഡിവിസിബിൾ പൂളിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം. തുടങ്ങിയവയാണ് 16ാം ധനകാര്യ കമ്മീഷന് മുന്നാകെ കേരളം വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്. കേരളത്തോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഇതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ധനകാര്യ കമ്മീഷനോട് ഇത്തരം നിർദ്ദേശങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഫിനാൻസ് കോൺക്ലേവിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ധനകാര്യ കമ്മീഷന് മുന്നാകെ വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നീട് വരുന്ന കടപരിധിയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥാപനം, കിഫ്ബി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ പൊതുകടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊതുകടത്തിൻ്റെ കാര്യത്തിലും ഒരു ധാരണ വരുത്തേണ്ട ആ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത അല്പം സമയത്തിനുള്ളിൽ ധനകാര്യ കമ്മീഷൻ മാധ്യമങ്ങളെ കാണും. ഈ കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ആ സമയത്ത് അറിയാൻ സാധിക്കും. 14ാം ധനകാര്യ കമ്മീഷൻ പ്രകാരം നൽകിയിട്ടുള്ള കണക്കുകൾ പ്രകാരം ലഭിച്ചിട്ടുള്ള ഗ്രാൻഡൊക്കെ സംസ്ഥാനത്തിന് പ്രതികൂലമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് സർക്കാരിൻ്റെ വാദം. അപ്പോൾ അതെങ്ങനെയാണ് ഈ 16ാം ധനകാര്യ കമ്മീഷൻ വിലയിരുത്തിയിട്ടുള്ളത്, എങ്ങനെയാണ് ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്, 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര സഹായങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. അല്പസമയത്തിനകം ധനകാര്യ കമ്മീഷൻ മാധ്യമങ്ങളെ കാണും. ശരി ടിൻഡു. 16ാം ധനകാര്യ കമ്മീഷന് മുൻപാകെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരളം. സംസ്ഥാനത്തിന് ദുരിതാശ്വാസത്തിന് നൽകുന്ന ഗ്രാന്റ് 100% ഉയർത്തണമെന്നും കേരളം. സംസ്ഥാനം നേരിടുന്ന വിവിധ ദുരന്തങ്ങൾ നേരിടാനായി 13,922 കോടി രൂപ പ്രത്യേകം അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നു. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.